ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ പ്ലീസ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്ടടയൊക്കെ ചുടുന്ന ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് മുതിരയാണ്, കഴുകിയിട്ടൊന്നുമില്ല. ആ മുതിര അതിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ മൺചട്ടിൻ്റെ വേണമെന്നില്ല, നോൺ സ്റ്റിക്ക് പാൻ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് റോസ്റ്റ് ആയിന്ന് വരുന്ന നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് പരന്നിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഉരുണ്ടിട്ട് വരും നമ്മുടെ ഈ മുതിരയെല്ലാം കൂടിയിട്ട്. പിന്നെ ചെറുതായിട്ട് കളറും ചേഞ്ച് ആവും, ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടും വരും. കണ്ടില്ലേ, കടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടും വരും. എന്നിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇണ്ണിത്തണ്ടാണ്. ഇത് ഓരോ ഭാഗത്തും ഓരോ പേരാണ്. ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയുന്ന ഈ ഐറ്റം നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ? അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഏകദേശം 2 കപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടില്ല പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ചേർക്കുക. വെള്ളം കൂടി പോവേണ്ട, 1/2 കപ്പ് മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം കേട്ടോ കുക്കറിലിട്ടിട്ട്. പിന്നെ മറ്റൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഞാനവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയും ഉണ്ണിത്തണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉപ്പേരി നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്, നല്ല നാരടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ്. വയറ് ക്ലീൻ ആവാനൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു ഉപ്പേരിയാണ്. അപ്പോൾ അതറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു ഉപ്പേരിയാണ് അതേ പറഞ്ഞത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം. അറിയുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.